നമസ്കാരം. കൃഷിദർശനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലച്ചിറയിലാണ്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വടക്കുമാറി പുളിമാത്ത് ഗ്രാമപഞ്ചായത്തിലാണ് മലച്ചിറ എന്ന് പറയുന്ന ഈ ഗ്രാമം. മലകളും ചിറകളും നീർച്ചാലുകളും കൊണ്ട് സമ്പന്നമാണ് ഇവിടം. ഇവിടെ സാധാരണ കർഷകർക്ക് പുറമെ കുട്ടി കർഷകരും അവരുടെ കൃഷി രീതികളും ഒപ്പം ട്രൈക്കോഡർമ പോലുള്ള ജൈവ കുമിളിന്റെ ഉൽപാദനത്തിലും പ്രശസ്തമാണ്. ഇവിടുത്തെ കൃഷി വിശേഷങ്ങളിലേക്ക് ഇന്ന് പോകാം. കാലങ്ങളായി കേരളീയ ജനതയുടെ പ്രധാന ഉപജീവനം തൊഴിലും കാർഷിക വൃത്തിയുമായിരുന്നു. ജൈവചാക്രിക കൃഷിരീതിയിലൂന്നിയ കേരള കർഷകൻ പ്രകൃതിയെ സ്നേഹിച്ചു തന്നെയാണ് തന്റെ ജീവിതം കരുപിടിപ്പിച്ചത്. കണ്ണെത്താ ദൂരത്തോളം നെല്ലും ധാരാളം വിളവ് തരുന്ന തെങ്ങും വാഴയും മറ്റു പച്ചക്കറികളും നിറഞ്ഞ് സമ്പൽ സമൃദ്ധമായ കേരളം തൊഴിൽ സാധ്യത പഠനത്തിന്റെ മേൽക്കോയ്മയിൽ പിൽക്കാലത്ത് പുറകിലായി. കൃഷിയിടങ്ങൾ തരിശുഭൂമിയായി. മെല്ലെ കൃഷി മലയാളിക്ക് അന്യമായി തുടങ്ങി. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അന്യസംസ്ഥാനങ്ങളെ നമുക്ക് ആശ്രയിക്കേണ്ടിയും വന്നു. രാസവള പ്രയോഗത്തിലും രാസകീടനാശിനി തളിച്ചതുമായ വിഷലിപ്ത പച്ചക്കറികൾ കേരളത്തിൽ കുത്തൊഴുക്കായതോടെ കേരള ജനത പഴയ പാരമ്പര്യ കൃഷിരീതിയിലേക്ക് തിരിച്ചുപോകാൻ തീരുമാനിച്ചു. സർക്കാരും ശാസ്ത്രജ്ഞന്മാരും കൃഷി ഉദ്യോഗസ്ഥരും ജനങ്ങൾക്കൊപ്പമായി. അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസിയുടെ കീഴിൽ പാരമ്പര്യ കൃഷിരീതികളെ ശാസ്ത്രീയമായ കൃഷി പരീക്ഷണങ്ങളുമായി സംയോജിപ്പിച്ചുകൊണ്ടുള്ള കൃഷിമുറകൾ കാർഷിക വിപ്ലവത്തിന് വഴിയൊരുക്കി. അതിന്റെ ഭാഗമായി കേരളത്തിലുടനീളം കൃഷിഭവന്റെ കീഴിൽ കർഷകർക്കായുള്ള കാർഷിക കൂട്ടായ്മ സംഘടിപ്പിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഘമാണ് പുളിമാത്ത് ബ്ലോക്കിലെ മലച്ചിറ ആത്മസംഘം. കർഷകയായ ബിജുമോളുടെ നേതൃത്വത്തിൽ കൃഷിയിൽ താൽപര്യമുള്ള വനിതകളായ 10 പേരടങ്ങുന്ന സംഘമാണ് മലച്ചിറ ആത്മാ ഗ്രൂപ്പ്. നമ്മൾ എന്ത് കാര്യം ഏൽപ്പിച്ചാലും, ഒരു പുതിയ ട്രയലാണെങ്കിൽ എന്ത് പറഞ്ഞാലും ശ്രീമതി ബിജുമോൾ ഒരിക്കലും പുറകോട്ട് പോകത്തില്ല. ഇപ്പോൾ തന്നെ NIPHMന്റെ ട്രൈക്കോഡർമയുടെ ഓൺ ഫാം പ്രൊഡക്ഷൻ വളരെ ഭംഗിയായി ചെയ്തു വരുന്നു. അതായത് വെറും 10,000 രൂപ, വലിയ ലാബുകളിൽ വളരെ മുതൽ മുടക്കിൽ ചെയ്തു വരുന്ന ഒരു കാര്യം 10,000 രൂപ മുതൽ മുടക്കിൽ അവരുടെ കൃഷിസ്ഥലത്ത് തന്നെ അവർ നമ്മൾ പറഞ്ഞ സാങ്കേതിക വിദ്യ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തു വരികയാണ്. സ്വന്തം വീട്ടുവളപ്പിലും പാട്ടത്തിനെടുത്ത ഭൂമിയിലുമായി കൃഷി ചെയ്യുന്നതിന് പുറമെ മിത്രകുമിൾ എന്ന ട്രൈക്കോഡർമയുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള നിർമ്മാണത്തിലൂടെയും ഗ്രോ ബാഗ് നിർമ്മാണത്തിലൂടെയും ജീവിതം കരുപിടിപ്പിക്കുകയാണിവർ. ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ഹെൽത്ത് മാനേജ്മെന്റ് വികസിപ്പിച്ചെടുത്ത ട്രൈക്കോഡർമ എന്ന മിത്രകുമിൾ ഉപയോഗിച്ച് സസ്യങ്ങളെ ബാധിക്കുന്ന ഒട്ടുമിക്ക ഫംഗസ് രോഗങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കും. ഈ ടെക്നോളജി നമുക്ക് തന്നിരിക്കുന്നത് ഹൈദരാബാദിലെ രാജേന്ദ്ര നഗറിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ഹെൽത്ത് മാനേജ്മെന്റ് ആണ്. നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ഹെൽത്ത് മാനേജ്മെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഒരു എഗ്രിമെന്റ് തമ്മിലുള്ള ഒരു എഗ്രിമെന്റിന്റെ ഫലമായി കേരളത്തിൽ തന്നെ 34 കൃഷി ഓഫീസർമാർക്ക് ഈ NIPHMൽ ഈ സാങ്കേതിക വിദ്യയിൽ പരിശീലനം ലഭിച്ചിട്ടുണ്ട്. പരിശീലനം ഇപ്പോഴും 2 വർഷത്തെ കോഴ്സാണ്, തുടർന്ന് നടക്കുന്നുണ്ട് പുതിയ സാങ്കേതിക വിദ്യകൾ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ പരിശീലനമാണ് എനിക്കും ഇവർക്ക് ഈ ടെക്നോളജി കൈമാറാൻ സഹായമാക്കിയത്. നെല്ല്, തെങ്ങ്, കുരുമുളക്, പച്ചക്കറികൾ തുടങ്ങിയവയെ ആക്രമിക്കുന്ന പിത്തിയം, ഫൈറ്റോഫ്തോറ, റൈസക്ടോണിയ, ഫ്യുസേരിയം എന്നീ ശത്രുകുമിളുകളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിവുള്ള മിത്രകുമിളാണ് ട്രൈക്കോഡർമ. ജീവാണുവളമായും ഇത് പ്രവർത്തിക്കും. വിത്തിൽ പുരട്ടിയും ഇലകളിൽ തളിച്ചും ജൈവവളത്തിൽ ചേർത്തും മണ്ണിൽ ലായനിയാക്കി ഒഴിച്ചും ട്രൈക്കോഡർമ ഉപയോഗിക്കാം. പച്ചക്കറികളെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങൾക്ക് തികച്ചും ഫലപ്രദമാണ് ട്രൈക്കോഡർമ എന്ന കുമിൾനാശിനി. ഈ കുമിൾനാശിനി ഇവിടെയാണ് നിർമ്മിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ രീതി എങ്ങനെയെന്ന് ആത്മാ സഹകരണ സംഘത്തിന്റെ കൺവീനറായ ബിജുമോൾ ചേച്ചിയോട് ചോദിച്ചു മനസ്സിലാക്കാം.
ചേച്ചി, ഈ ട്രൈക്കോഡെർമയുടെ നിർമ്മാണ രീതി എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? പച്ചക്കറി ആക്രമിക്കുന്ന മിക്ക കുമിൾ രോഗങ്ങളെയും വളരെ ഫലപ്രദമായി നിയന്ത്രിക്കാനുള്ള കഴിവ് മണ്ണിൽ സാധാരണയായിട്ട് ട്രൈക്കോഡെർമയുടെ കൾച്ചറിനായി 200 ഗ്രാം വെള്ളച്ചോളം പോളിത്തീൻ കവറിലാക്കി നനയത്തക്ക വിധം വെള്ളമൊഴിക്കുന്നു. 1 ഇഞ്ച് PVC പൈപ്പ് ഉപയോഗിച്ച് വായ്ഭാഗം മൂടുന്നു. PVC പൈപ്പിന്റെ വായ്ഭാഗത്തിൽ ഈർപ്പം വലിക്കുന്ന കോട്ടണും ഈർപ്പം വലിക്കാത്ത കോട്ടണുമായി ചേർത്ത് അടയ്ക്കുന്നു. ഈർപ്പം വലിക്കുന്ന കോട്ടൺ താഴെയും ഈർപ്പം വലിക്കാത്ത കോട്ടൺ മുകളിലുമായി വരത്തക്ക വിധം വേണം വായ്ഭാഗം മൂടാൻ. തുടർന്ന് കുക്കറിൽ ഈ കവർ 40 മിനിറ്റ് നേരം ചൂടാക്കുന്നു. തണുത്ത ശേഷം ഈ കവർ പ്രത്യേകം തയ്യാറാക്കിയ ചേംബറിലേക്ക് മാറ്റണം. ചേംബർ എപ്പോഴും അണുവിമുക്തമായിരിക്കണം. അതിനായി ഇവിടെ സ്പിരിറ്റ് ഉപയോഗിച്ച് തുടയ്ക്കുന്നു. അണുക്കളെ നശിപ്പിക്കാനായി 1 മിനിറ്റ് മെഴുകുതിരിയും കത്തിച്ച് ചേംബറിനകത്ത് വയ്ക്കാറുണ്ട്. കുക്കറിൽ ചൂടാക്കിയെടുത്ത ട്രൈക്കോഡെർമ കൾച്ചർ ചേംബറിലേക്ക് മാറ്റുന്നു. 2 ദിവസമാകുമ്പോൾ കൾച്ചറിന്റെ നിറം മാറി തുടങ്ങും. 7 ദിവസമാകുമ്പോൾ കൾച്ചർ വളർന്ന് പച്ച നിറമാകുന്നു. തുടർന്ന് അതിനെ മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ വെള്ള നിറത്തിലുള്ള പൊടിയായി തീരും. ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന കൾച്ചർ വളരെ വീര്യമുള്ളതായിരിക്കും. അത് വളരെ നേർപ്പിച്ചാണ് മണ്ണിൽ പ്രയോഗിക്കേണ്ടത്. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ കൾച്ചർ 90 കിലോഗ്രാം ചാണകവും 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്കുമായി മിക്സ് ചെയ്യുന്നു. 1 ഹെക്ടർ കൃഷിയിടത്തിൽ 3 വർഷം വരെ ഈ ട്രൈക്കോഡെർമ മിത്രകുമിളിന്റെ വീര്യം നിലനിൽക്കും. പച്ചക്കറികളെ ആക്രമിക്കുന്ന മിക്ക കുമിൾ രോഗങ്ങളെയും വളരെ ഫലപ്രദമായി നിയന്ത്രിക്കാനുള്ള കഴിവ് മണ്ണിൽ സ്വാഭാവികമായി കാണുന്ന ട്രൈക്കോഡെർമയെന്ന മിത്രകുമിളിനുണ്ട്. ഈ കുമിൾ ചെടികളുടെ വേരുപടലത്തിന് ചുറ്റുമുള്ള മണ്ണിലാണ് വസിക്കുന്നത്. ട്രൈക്കോഡെർമ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബയോട്ടിക്കുകളും മറ്റ് വിഷവസ്തുക്കളും ശത്രുകുമിളുകളെ നശിപ്പിക്കുകയും രോഗഹേതുക്കളായ കുമിളുകളെ ആഹരിക്കുകയും ചെയ്യുന്നു. ഇതിനു പുറമെ ചെടികളുടെ വളർച്ചയ്ക്കും വിളവ് വർധനവിനും കാരണമാകുന്ന ചില ഹോർമോണുകളെയും ഉൽപ്പാദിപ്പിക്കുന്നു. പുളിമാത്ത് കൃഷിഭവന്റെയും ആത്മയുടെയും സംയുക്ത പിന്തുണയിലാണ് ഈ യൂണിറ്റിന്റെ പ്രവർത്തനം. ഗ്രാമപ്രദേശങ്ങളിലെ കർഷകർക്ക് ട്രൈക്കോഡെർമയുടെ ഉൽപാദനം ആവശ്യമാണെന്ന് കണ്ടെത്തുകയും അതിന് പ്രകാരം ഹൈദരാബാദിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ഹെൽത്ത് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് വിദഗ്ധർ നമ്മുടെ നാട്ടിൽ വരികയും കർഷകർക്ക് ആവശ്യമായ പരിശീലനം നൽകി ഇവിടെ തന്നെ ഒരു ട്രൈക്കോഡെർമ പ്രൊഡക്ഷൻ യൂണിറ്റ് ആരംഭിക്കുന്നതിന് സാധിച്ചു. ട്രൈക്കോഡെർമയുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒന്ന് തന്നെയാണ്. എന്നാൽ അവ വളരെ ചുരുങ്ങിയ ചെലവിൽ വളരെ എളുപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ഹെൽത്ത് മാനേജ്മെന്റിലെ ശാസ്ത്രജ്ഞർ ഇവിടുത്തെ കർഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അതിന് പ്രകാരം ആവശ്യമായ സാധനങ്ങൾ ആത്മ പദ്ധതി പ്രകാരം, ആത്മ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി, ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും സംയുക്തമായ ഈ സംരംഭത്തിലൂടെ അവർക്ക് ആവശ്യമായ എല്ലാവിധ ധനസഹായം നൽകുകയും ആവശ്യമായ എക്യുപ്മെന്റ്സ് വാങ്ങി നൽകുകയും ചെയ്യുകയുണ്ടായി. അതിലൂടെ തന്നെ കർഷകർ ഇന്ന് അവരുടെ കൃഷിയിടങ്ങളിൽ തന്നെ ട്രൈക്കോഡെർമ പ്രൊഡക്ഷൻ നടത്തിവരുന്നു. ട്രൈക്കോഡെർമ നിർമ്മിക്കാനുള്ള ചെലവ് കുറഞ്ഞ യൂണിറ്റിന് 10,000 രൂപ മാത്രം മതിയാകും. താൽപ്പര്യമുള്ള കൃഷി സംരംഭകർക്കായി ട്രൈക്കോഡെർമയുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപാദനത്തെക്കുറിച്ചുള്ള ക്ലാസുകളും മലച്ചിറ ആത്മ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നുണ്ട്. ഇടയ്ക്കിടെ കൂടുന്ന ആത്മ ഗ്രൂപ്പിന്റെ ക്ലാസുകളിൽ കൃഷി ഓഫീസർമാരും ആത്മയുടെ പ്രവർത്തകരും പങ്കെടുക്കാറുണ്ട്. നിലവിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി പുതിയ കൃഷി പരീക്ഷണങ്ങൾ കൈക്കൊള്ളാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഇത്തരം ചർച്ചകളിലൂടെയാണ്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള ട്രൈക്കോഡെർമയുടെ വിപണനത്തെക്കുറിച്ചും പുതുതായി അനുവർത്തിക്കേണ്ട കൃഷിരീതികളെക്കുറിച്ചുമെല്ലാം കൃഷി ഓഫീസർമാർ പകർന്നു നൽകുന്ന പാഠങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടാണ് ആത്മ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രൈക്കോഡെർമയ്ക്കൊപ്പം തന്നെ ഗ്രോ ബാഗിൽ പച്ചക്കറി തൈകളും ഇവർ വിൽപ്പന നടത്തുന്നുണ്ട്. കൾച്ചർ ചെയ്തെടുത്ത 1 കിലോഗ്രാം ട്രൈക്കോഡെർമയ്ക്കൊപ്പം 90 കിലോഗ്രാം ചാണകം, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് എന്ന അനുപാതത്തിൽ മണ്ണിൽ മിക്സ് ചെയ്താണ് ഗ്രോ ബാഗുകളിൽ നിറയ്ക്കുന്നത്. അതിൽ വിവിധയിനം പച്ചക്കറി തൈകൾ നട്ടുപിടിപ്പിക്കുന്നു.
വീടുകളിലും ഓഫീസുകളിലും കൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ള കർഷകർ നേരിട്ടെത്തി ബൾക്കായി ഗ്രോ ബാഗുകൾ വാങ്ങിക്കാറുണ്ട്. അതിനാൽ തന്നെ ഇവയുടെ വിപണനത്തിനായി പ്രത്യേക മാർക്കറ്റൊന്നും ഇവർക്ക് കണ്ടെത്തേണ്ടി വരുന്നില്ല. കൃഷിയും കാർഷിക സംസ്കാരവും ഗ്രാമങ്ങളിൽ നിന്നും അകന്നു പോകാതിരിക്കുന്നതിന് മലച്ചിറ ഗ്രാമവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് കുട്ടികൾ തന്നെ നേരിട്ട് കൃഷി ചെയ്തു വരുന്ന പച്ചക്കറിത്തോട്ടങ്ങൾ. അച്ഛനമ്മമാരുടെ കൃഷിയിൽ പ്രചോദിതരായി തരിശായി കിടന്നിരുന്ന ഭൂമി പാട്ടത്തിനെടുത്താണ് കുട്ടി കർഷകർ കൃഷി ചെയ്തു പോരുന്നത്. പോളിടെക്നിക് വിദ്യാർത്ഥിയായ ജിഷ്ണുവും 12ാം ക്ലാസ് വിദ്യാർത്ഥിയായ വിഷ്ണുവും ജിത്തുവും ചേർന്ന് ഈ പ്രദേശത്ത് 50 സെന്റ് സ്ഥലത്ത് ജൈവ രീതിയിൽ തന്നെ പയർ കൃഷി ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്തുള്ള ചെറുപ്പക്കാരായ കുറേ കുട്ടികൾ ഇതിന്റെ കൂട്ടത്തിൽ അസോസിയേറ്റഡ് ആണ്. ഇവിടെ മുതിർന്ന കർഷകനായ ശ്രീ ഗോപാലകൃഷ്ണൻ നായരാണ് ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത്. കൃഷിഭവനിൽ നിന്നും സമയാസമയങ്ങളിൽ ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി വരാറുണ്ട്. ഇവിടെ പയർ, പാവൽ, പടവലം, വെള്ളരി തുടങ്ങി പച്ചക്കറികൾ കായ്ച്ചു നിൽക്കുന്നു. മലച്ചിറയിലെ കാലാവസ്ഥയനുസരിച്ച് വർഷം മുഴുവൻ കൃഷി ചെയ്യാവുന്ന പയറാണ് ഈ കർഷകർ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. മഴവെള്ള കെട്ടുണ്ടാകാതിരിക്കാൻ 30 സെന്റിമീറ്റർ വീതിയിലും 15 സെന്റിമീറ്റർ താഴ്ചയിലും 2 മീറ്റർ അകലത്തിലുമാണ് ഇവിടെ ചാലുകൾ കീറിയിട്ടുള്ളത്. പയറുചെടിയുടെ വരികൾ തമ്മിൽ 3 മീറ്ററും ചെടികൾ തമ്മിൽ 15 സെന്റിമീറ്ററും അകലം പാലിച്ച് ശാസ്ത്രീയമായ രീതിയിലാണ് പയർ കൃഷി ചെയ്തു വരുന്നത്. കൃഷിക്ക് മുമ്പായി തന്നെ മണ്ണിൽ മിത്രകുമിളായ ട്രൈക്കോഡർമ വേപ്പിൻ പിണ്ണാക്കുമായി ചേർത്ത് നൽകിയിട്ടുള്ളതിനാൽ സാധാരണ പയറുകളിൽ കണ്ടുവരുന്ന അസുഖങ്ങളൊന്നും ഇവിടെയില്ല. പടർന്നു കയറുന്ന പയറുകൾ പന്തലുകളിൽ പടർത്തിവിട്ടിരിക്കുന്നു. വളരെ പെട്ടെന്ന് കായ്കൾ പിടിക്കുന്ന പച്ചക്കറി വിളയായ പടവലവും ഇവിടെ വളർത്തിയിട്ടുണ്ട്. പടവലത്തിനും പാവലിനും ജൈവവളങ്ങളും ട്രൈക്കോഡർമയുമാണ് വളങ്ങളായി നൽകി വരുന്നത്. കായ്കളിൽ കീടങ്ങൾ ആക്രമിക്കാതിരിക്കാനായി പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞു സൂക്ഷിക്കുകയാണ് പതിവ്. മാർക്കറ്റിൽ ഏറെ മൂല്യമുള്ള വെള്ളരിയും ഈ കുട്ടിക്കൃഷിക്കാരുടെ പാടത്തിൽ സമൃദ്ധമായി വിളഞ്ഞു നിൽപ്പുണ്ട്. സ്വന്തം വിളഭൂമിയിൽ കായ്ക്കുന്ന വെള്ളരിയുടെ വിത്തുകൾ തന്നെയാണ് അടുത്ത കൃഷിക്കുള്ള ഇവരുടെ മൂലധനം. സംസ്ഥാന സർക്കാർ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി കൃഷിക്ക് ധാരാളം സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അത് ഇതിന്റെ ആ മെസ്സേജ് ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് കുട്ടികൾ ഈ രംഗത്തേക്ക് കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയും കൂടുതൽ കുട്ടികൾ ഈ രംഗത്തേക്ക് കടന്നു വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് എല്ലാ തരത്തിലും ഒരു മാനസികോല്ലാസം ലഭിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മളൊരു വിത്തിട്ട് അതൊരു ചെടിയായി അതിലൊരു പൂ വിരിഞ്ഞ് കായൊക്കെ ഉണ്ടാവുന്ന കാണുന്നത് തന്നെ മനസ്സിന് സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. കൃഷിയിൽ ഉപദേഷ്ടാവായും മാർഗനിർദ്ദേശകനായും ഗോപാലകൃഷ്ണൻ നായരും ഇവരോടൊപ്പമുണ്ട്. പാരമ്പര്യ കർഷകനായ ഗോപാലകൃഷ്ണൻ നായരുടെ കൃഷിരീതികളും അറിവുകളും ഈ കുട്ടിക്കൃഷിക്കാർക്കുള്ള മികച്ച പ്രചോദനമാണ്. അവർ ഏകദേശം നല്ല രീതിയിൽ പണിതു, നല്ല കായ്ഫലം എടുത്തു. അത് വിഷാംശമില്ലാത്ത കായ്ഫലമാണ് അവർ മാർക്കറ്റിൽ കൊണ്ടുപോവുകയും സ്കൂളുകളിലും കുട്ടികൾക്കൊക്കെ വിൽക്കാൻ കൊടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ നല്ല രീതിയിലാണ് അവരെ ഇപ്പോഴും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങളെല്ലാം ഞാനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ ഇവർ തന്നെ നേരിട്ട് മാർക്കറ്റിൽ എത്തിച്ച് വിൽപ്പന നടത്തുകയാണ് പതിവ്. കൃഷി ഉൽപ്പന്നങ്ങൾ സ്കൂളിൽ നേരിട്ടെത്തിച്ചും വിൽപ്പന നടത്താറുണ്ട്. ജൈവ കൃഷിയായതിനാൽ വളരെ പെട്ടെന്ന് തന്നെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ കൊച്ചു കുട്ടി കർഷക കൂട്ടായ്മയ്ക്ക് കൂട്ടുകാരോട് എന്താ പറയാനുള്ളത്? കേരളത്തിലുള്ള കൂട്ടുകാരെല്ലാം ഇങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ല ആരോഗ്യവത്തായ ഒരു കേരളത്തെ തന്നെ വാർത്തെടുക്കാം. നമ്മൾ ഒഴിവ് സമയങ്ങളിൽ മാത്രമാണ് ഇവിടെ ഇറങ്ങുന്നത്. അവരും ഒഴിവ് സമയങ്ങളിൽ മാത്രം ഇറങ്ങിയാലും മതി. അവരൊക്കെ ഇങ്ങനെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയാൽ ഈ കേരളം തന്നെ ഒരു ഒന്നാമത്തെ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന ആക്കി മാറ്റാൻ കഴിയുമെന്നാണ് പറയാനുള്ളത്. കൃഷി എന്നത് കേവലം ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെയുള്ള കർഷകര്, ഇവിടെയുള്ള പുതുതലമുറയെ കൂടി കൃഷി എന്ന സംസ്കാരം പഠിപ്പിക്കുകയും അതിലേക്ക് അവരെ കൂടി കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു പുത്തൻ അനുഭവമാണ് എനിക്ക് ഇവിടെ നിന്ന് പകർന്നു കിട്ടിയത്. അതിലുപരി ട്രൈക്കോഡെർമ എന്ന ജൈവ കുമിളിന്റെ കാർഷിക പരീക്ഷണങ്ങൾ കൂടി ഇവിടെ നടന്നു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കൃഷിയെ സ്നേഹിക്കുന്നവർക്കും പുതുതലമുറയ്ക്കും പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.